അമ്മേ. ദുർഗ എന്തോ പറയാൻ ഭാവിച്ചു. പക്ഷേ ശബ്ദം പുറത്തു വന്നില്ല. മീനാക്ഷിയമ്മയും ചെല്ലനും തറയിൽ കിടക്കുന്ന മനുഷ്യനെ തുറച്ചു നോക്കി. ഒരു ചീങ്കണ്ണിയെ കയർ കൊണ്ട് വരിഞ്ഞു കെട്ടിയിരിക്കുന്നത് പോലെയാണ് തോന്നിയത്. തറയിൽ കിടന്ന് അയാൾ പുളഞ്ഞു. മുന്നിൽ നിന്നിരുന്ന മനുഷ്യൻ അല്പം കൂടി നീങ്ങി വെളിച്ചത്തിലേക്ക് വന്നു. ആർക്കും അയാളെ പിടികിട്ടിയില്ല. കാക്കിയുടുപ്പും ലുങ്കിയുമാണ് വേഷം. അയാൾ അവരുടെ മുഖങ്ങളിലേക്ക് മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ചന്ദ്രൻ, ട്രാക്ടർ ഡ്രൈവറാ. എൻ്റെ മകളായിരുന്നു സുനന്ദ. സുനന്ദ? ആ പേര് കേട്ടതും മൂവരും വിറച്ചുപോയി. നിങ്ങൾ അറിയില്ലേ സുനന്ദയെ? മിണ്ടാനായില്ല മൂവർക്കും. ചന്ദ്രൻ തുടർന്നു, നിങ്ങൾക്ക് എല്ലാം അറിയാം. അറിയില്ലെന്ന് പറയുകയാണെങ്കിൽ അത് കള്ളമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഇവനെ കൊണ്ടുവന്നത്. ചന്ദ്രൻ തറയിൽ കിടക്കുന്ന മനുഷ്യനു നേരെ കൈ ചൂണ്ടി. കാരണം ഇവന്റെ ഓട്ടോയിലാണ് എൻ്റെ മകൾ ഇവിടെ എത്തിയത്. മീനാക്ഷിയമ്മയും ദുർഗയും വിളറി നിന്നു. തങ്ങൾ പെട്ടുകഴിഞ്ഞിരിക്കുന്നു. അത് ശ്രദ്ധിക്കാതെ ചന്ദ്രൻ പറഞ്ഞു, പോലീസിന്റെ ഭാഗത്തു നിന്ന് എനിക്ക് നീതി കിട്ടിയില്ല. എങ്കിലും എനിക്കറിയണം എൻ്റെ മോൾക്ക് എന്ത് സംഭവിച്ചെന്ന്. അത് പറഞ്ഞു തരാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. ചന്ദ്രന്റെ ശബ്ദത്തിന് കനമേറി. ഈ നിൽക്കുന്ന നിങ്ങളുടെ മകളെയാണ് കാണാതായതെങ്കിൽ നിങ്ങൾക്കുണ്ടായിരുന്ന അതേ ഉത്കണ്ഠ തന്നെയാണ് മീനാക്ഷിയമ്മേ എനിക്കും. അതുകൊണ്ട് പറ, എൻ്റെ മോൾക്ക് എന്തു പറ്റി? മീനാക്ഷിയമ്മയുടെ തൊണ്ടയിലെ ജലം വറ്റി. ചന്ദ്ര, അതു പിന്നെ... മീനാക്ഷിയമ്മ വിക്കി. കള്ളം പറയാൻ ശ്രമിക്കരുത്. ശ്രമിച്ചാൽ ശിവജിയുടെ അമ്മയാണെന്ന പരിഗണന പോലും ഞാൻ തരില്ല. തീക്കലിന് മുകളിൽ നിൽക്കുകയാണ് ഞാനിപ്പോ. അയാൾ കാക്കി ഷർട്ടിനടിയിൽ നിന്ന് ഒരു കടാര വലിച്ചെടുത്തു. ചെല്ലൻ പൊടുന്നനെ ദുർഗയ്ക്ക് പിന്നിൽ ഒളിച്ചു. സുനന്ദ ഇവിടെ വന്നിരുന്നു. പെട്ടെന്ന് എന്തോ തീരുമാനിച്ചുറച്ചതുപോലെ ദുർഗ പറഞ്ഞു. മോളെ? മീനാക്ഷിയമ്മ ഭീതിയോടെ വിളിച്ചു. ഇനിയും പറയാതിരിക്കാൻ എനിക്ക് വയ്യമ്മേ. അവൾ ചന്ദ്രന്റെ നേരെ തിരിഞ്ഞു. അവളെ ലെനിനും തിരുമൂർത്തിയും കൂടിയാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയത്. അപ്പോൾ അപ്പോൾ എൻ്റെ മോക്ക് ജീവനുണ്ടായിരുന്നു? ഹൃദയത്തിൽ ഒരു ഇടിമിന്നൽ പൊളഞ്ഞ ഭാവത്തിലായിരുന്നു ചന്ദ്രന്റെ ചോദ്യം. ഇല്ല. ദുർഗയുടെ ഒച്ച പതിഞ്ഞു. പിന്നെ അയാൾ ഒന്നും ചോദിച്ചില്ല. അയാളുടെ കണ്ണുകളിൽ നിന്നും രണ്ടു നനവുകൾ താഴേക്ക് വരുന്നത് ദുർഗ കണ്ടു. ക്രമേണ ആ ഭാവം മാറി. മുഖം കല്ലിച്ചു. പല്ലുകൾ ഞെരിഞ്ഞു. മതി. അയാൾ കുനിഞ്ഞു. ഡ്രൈവറെ ചുറ്റിക്കെട്ടിയിരുന്ന കയറിൽ പിടിച്ച് മേലേക്കുയർത്തി തൻ്റെ തോളിലിട്ട് തിരിഞ്ഞു നടന്നു. താഴെ റോഡിൽ ട്രാക്ടർ സ്റ്റാർട്ടായി തിരിഞ്ഞുപോയി. മോളെ വേണ്ടായിരുന്നു, മീനാക്ഷിയമ്മ മന്ത്രിച്ചു. ഇതിൻ്റെ പേരിൽ ഇനി എന്തൊക്കെ നടക്കുമെന്ന് ആരറിഞ്ഞു? എന്ത് നടന്നാലും അത് ലെനിനുള്ള മറുപടിയായിരിക്കും അമ്മേ. മകൾ നഷ്ടപ്പെട്ട ഒരച്ഛനോട് ഇനി കള്ളം പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇതിൻ്റെ പേരിൽ ഇനി ലെനിൻ നമ്മളോട് ചോദിക്കാൻ വന്നാൽ... ദുർഗ പൂർത്തിയാക്കാതെ നിർത്തി. വരാൻ പോകുന്നത് പക്ഷേ ഒരു ഭീകര വിപത്തായിരിക്കും എന്ന് മീനാക്ഷിയമ്മയ്ക്ക് തോന്നി. എത്രയും വേഗം ശിവജി ഇങ്ങ് വന്നിരുന്നെങ്കിൽ. അതുമാത്രമായിരുന്നു അപ്പോൾ അവരുടെ ആഗ്രഹം. ഓട്ടോ ഡ്രൈവറെയും കൊണ്ട് മടങ്ങിയ ചന്ദ്രൻ കോവിൽ കടവിൽ എത്താറായതും ട്രാക്ടർ നിർത്തി. കടാരയെടുത്ത് തൻ്റെ അരികിൽ തന്നെ ബന്ധിച്ച നിലയിൽ ചാരിയിരുത്തിയിരുന്ന ഡ്രൈവറുടെ കെട്ടുകൾ അറുത്തുമാറ്റി. വായിൽ തിരുകിയിരുന്ന തുണിയും എടുത്തു കളഞ്ഞു. ചന്ദ്രേട്ടൻ, എന്നോട് ക്ഷമിക്കണം. സുനന്ദയെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, അയാൾ ഞരങ്ങും പോലെ പറഞ്ഞു. എസ് ഐ ധർമ്മരാജൻ സാറിനോട് ഞാൻ നടന്നതൊക്കെ പറയുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് നിന്റെ വീട്ടിൽ എസ് ഐ സക്കറിയ വരികയും പണം തരികയും ചെയ്തല്ലേ? ഡ്രൈവർ ഞെട്ടിപ്പോയി. എന്താടാ മിണ്ടാത്തത്? അയാളെ നോക്കാതെയായിരുന്നു ചന്ദ്രന്റെ ചോദ്യം. അതു നേരാ. ഇനി ആര് ചോദിച്ചാലും ഒന്നും പറയരുതെന്നും പറഞ്ഞു. അതുകൊണ്ട് പേടിച്ചിട്ട് ഞാൻ പുറത്തോട്ട് പോലും പോകാതെ കഴിയുമായിരുന്നു. വൈകിട്ട് ഇരുട്ടിൻ്റെ മറവിൽ മണാരപ്പെട്ടിയിലോട്ട് വരുമ്പോഴാ ചന്ദ്രേട്ടൻ എന്നെ പിടിച്ചത്. നീ പൊയ്ക്കോ. ചേട്ടാ, ഞാൻ... പോകാനല്ലേടാ പറഞ്ഞത്? പിന്നെ ഒന്നും മിണ്ടാതെ അയാൾ ട്രാക്ടറിൽ നിന്നിറങ്ങി. ചന്ദ്രൻ വാഹനം മുന്നോട്ടെടുത്തു. ഫാക്ടറിയിൽ നിന്നും പുക തള്ളും പോലെ ട്രാക്ടറിന്റെ സൈലൻസറിൽ നിന്നും കറുത്ത പുക മേലോക്കുയർന്നു. കോവിൽ കടവ് ഹോട്ടൽ രാധാസിന് മുന്നിൽ ചന്ദ്രൻ ട്രാക്ടർ നിർത്തി. പിന്നെ തൊട്ടടുത്ത ബിവറേജ് കോർപ്പറേഷന്റെ മദ്യഷാപ്പിലേക്ക് കയറി. നല്ല തിരക്ക്. ഒരു നിര കെട്ടിടത്തിന് പിന്നിലേക്കുള്ള ഇടവഴിയിൽ ക്യൂ നിന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കൗണ്ടറിന് മുന്നിലെത്തി. ഒരു കുപ്പി റം വാങ്ങി മടങ്ങി. ചന്ദ്രേട്ടൻ എവിടെ പോയതാ?
ഹോട്ടലിന് മുന്നിലെത്തിയപ്പോൾ ഒരു ചോദ്യം കേട്ടു. അയാൾ തിരിഞ്ഞു നോക്കി. ഹോട്ടലുടമ ബാബു വരാന്തയിൽ നിൽക്കുന്നു. കാന്തല്ലൂർക്ക്. കൂടുതലൊന്നും പറയാതെ അയാൾ ട്രാക്ടറിൽ കയറി. കുലുക്കത്തോടെ അത് സ്റ്റാർട്ടായി. പാമ്പാറിന് മീതെയുള്ള പാലം കടന്നപ്പോൾ വേഗത കുറച്ചു. ഇടതുഭാഗത്ത് തെങ്കാശിനാഥൻ ക്ഷേത്രത്തിലേക്ക് നോക്കി ഇമകളൊന്ന് പൂട്ടി. എൻ്റെ ലക്ഷ്യം സാധിച്ചു തരണേ തെങ്കാശിനാഥ. വീണ്ടും മറയൂർ റോഡിലൂടെ മുന്നോട്ട്. തിരക്കൊഴിഞ്ഞതും ട്രാക്ടർ നിർത്തി. മദ്യക്കുപ്പി എടുത്ത് തുറന്നു. ട്രാക്ടറിൻ്റെ സീറ്റിനടിയിൽ നിന്നും ഒരു ബോട്ടിൽ വെള്ളമെടുത്ത് അടപ്പ് മാറ്റി. പിന്നെ 2 കുപ്പികളും കൂടി ഒന്നിച്ച് വായിലേക്ക് കമിഴ്ത്തി. തുരുതുരെ 4-5 കവിൾ അകത്താക്കി. അന്നനാളം കത്തിയെരിയുന്നതുപോലെ കണ്ണുകളിൽ രോഷം തിളച്ചു. 2 കുപ്പികളും അടച്ച് സീറ്റിനടിയിലിട്ടു. അപ്പോൾ ആദ്യം മനസ്സിൽ മിന്നിയ മുഖം സക്കറിയുടേതാണ്. പോലീസിന്റെ യൂണിഫോം ധരിച്ചുകൊണ്ട് തെമ്മാടികൾക്ക് കൂലിപ്പണി ചെയ്യുന്ന തെണ്ടി. തുടങ്ങുന്നത് അവനിൽ നിന്ന് തന്നെ വേണം. സുനന്ദയെ കൊന്നവർക്കും അവർക്ക് കൂട്ടുനിന്നവർക്കും ഇനി മാപ്പില്ല. അതൊരു തീരുമാനമായിരുന്നു. ട്രാക്ടറിന് വേഗതയേറി. കരിമ്പിൻ തോട്ടങ്ങളെ അതിൻ്റെ ഒച്ച വെടിമുഴക്കങ്ങൾ പോലെ നടുക്കി. ട്രാക്ടർ പെട്രോൾ പമ്പിലെത്തി. അതൊരു ഭാഗത്ത് ഒതുക്കിയിട്ടിട്ട് അയാൾ ഇറങ്ങി. ഡീസൽ അടിക്കുന്ന ചന്ദ്രേട്ടാ? ജീവനക്കാരിൽ ഒരാൾ തിരക്കി. ഇല്ല, രാവിലെ മതി. ചന്ദ്രൻ തോർത്തെടുത്ത് മുഖത്തെയും കഴുത്തിലെയും വിയർപ്പ് തുടച്ചു. പിന്നെ പെട്ടെന്നാർക്കും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ തോർത്തുകൊണ്ട് തലയിൽ ഒരു കെട്ടുകെട്ടി. നേരെ ശാന്ത ഹോസ്പിറ്റലിലേക്ക്. റോഡിൽ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്നു. ആർക്കും സംശയം തോന്നാത്തതുപോലെ അയാൾ ഹോസ്പിറ്റലിലേക്ക് കയറി. ഹോസ്പിറ്റലിൽ എവിടെ നിന്നോ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു. ചന്ദ്രൻ കോണിപ്പടികൾ കയറി 2ാം നിലയിലെത്തി. സക്കറിയ ഏത് റൂമിലാണെന്ന് നേരത്തെ അയാൾ അറിഞ്ഞിരുന്നു. വാതിലിന് മുന്നിൽ നിന്നിട്ട് ഇടനാഴിയിൽ ഇരുവശത്തേക്ക് നോക്കി. ആരുമില്ല. അയാൾ വാതിലിൽ മെല്ലെ മുട്ടി. വാതിൽ തുറക്കപ്പെട്ടു. ഗ്രേസി. എന്താ? അവർ നെറ്റിച്ചുളിച്ച് അയാളെ നോക്കി. ലെനിൻ സാറ് പറഞ്ഞു വിട്ടതാ. അതോടെ അവൾ പിന്നോട്ട് മാറി. ചന്ദ്രൻ അകത്ത് കയറിയതും വാതിലടച്ച് ബോൾട്ടിട്ടു. എന്തിനാ വാതിലടച്ചത്? ഗ്രേസിക്ക് സംശയം. ഒരു രഹസ്യമാ. അത് കേട്ടാണ് സക്കറിയ തിരിഞ്ഞു നോക്കിയത്. ചന്ദ്രൻ തലയിൽ നിന്നും തോർത്തു മാറ്റി. സക്കറിയ ഒന്ന് നടുങ്ങി. ചന്ദ്ര, നീ? അയാൾ ചാടി എഴുന്നേറ്റു. അനങ്ങരുത്. ചന്ദ്രൻ കടാരയെടുത്തു. അത് കണ്ട് ഗ്രേസി നിലവിളിക്കാനാഞ്ഞു. മിണ്ടിയ നിന്റെ നാവ് ഞാൻ അറുക്കും. ചന്ദ്രൻ മുഖം വെട്ടിച്ചു. ഗ്രേസിയുടെ തുറന്ന വാ അങ്ങനെ തന്നെ ഇരുന്നു. കട്ടിലിനടുത്തേക്ക് നടക്കടി. ചന്ദ്രന്റെ കൽപ്പന. ഗ്രേസി ഭർത്താവിനെ നോക്കിക്കൊണ്ട് കട്ടിലിനടുത്തേക്ക് നീങ്ങി. അതിനനുസരിച്ച് ചന്ദ്രനും. സക്കറിയ കണ്ണുകൾ കൊണ്ട് ചുറ്റും പരതി. ചന്ദ്രനെ എങ്ങനെ നേരിടണം? എഴുന്നേറ്റിരുന്നപ്പോൾ അമ്പു കൊണ്ട ഭാഗത്ത് അതികഠിനമായ വേദന. ആ ഭാഗം പറഞ്ഞു പോകുന്നതുപോലെ. ഞൊടിയിടയിൽ ചന്ദ്രൻ സക്കറിയുടെ അടുത്തെത്തി. കത്തിമുന നെഞ്ചിനു മീതെ അമർത്തി. കിടക്കടാ. ചന്ദ്ര, നീ എന്തിനാ? പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ല ചന്ദ്രൻ. പറഞ്ഞതനുസരിക്കടാ പോലീസ് പട്ടി. കത്തിമുന ഒന്നുകൂടി അമർന്നു. ഒരു തുള്ളി ചോരയിട്ടു. അച്ചായനെ ഒന്നും ചെയ്യല്ലേ. ഗ്രേസി കരഞ്ഞു. മിണ്ടരുതെന്ന് പറഞ്ഞ മിണ്ടരുത്. ചന്ദ്രൻ ഇടം കൈ വീശിയടിച്ചു. ഗ്രേസി കിടക്കയിലേക്ക് മറിഞ്ഞു. സ്ത്രീകളെ ഉപദ്രവിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇനിയും നീ എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്. ഗ്രേസി അവിടെ നിന്ന് എണീറ്റ് കിടക്കയിൽ ചാരി നിന്ന് ഭീതിയോടെ ചന്ദ്രനെ നോക്കി. കിടക്കട സക്കറിയെ. സക്കറിയ യാന്ത്രികമായി കിടക്കയിലേക്ക് ചെരിഞ്ഞു. കത്തി മാറ്റാതെ തന്നെ ചന്ദ്രൻ തന്റെ തോർത്ത് ഗ്രേസിയുടെ കയ്യിൽ കൊടുത്തു. നിന്റെ ഭർത്താവിന്റെ കൈകൾ പിന്നോട്ട് ചേർത്ത് കെട്ടണം. ഗ്രേസി മടിച്ചപ്പോൾ കത്തിമുന ഒന്നുകൂടി സക്കറിയുടെ നെഞ്ചിൽ അമർന്നു. വാഴപ്പിണ്ടിയിൽ നിന്നും കറ വരുന്നത് പോലെ ഒരു തുള്ളി ചോര കൂടി പുറത്തേക്ക് വരുന്നത് ഗ്രേസി കണ്ടു. ഞാൻ കെട്ടാം. അവൾ സമ്മതിച്ചു. നല്ലത്. സക്കറിയ, കൈകൾ പിന്നോട്ട് നീട്ടിക്കൊടുക്ക്. ഒരു ക്രാസിക്ക് മുകളിലൂടെയും താഴെ കൂടിയും. ചന്ദ്രൻ അയാളുടെ കണ്ണുകളിലേക്ക് തറച്ചു നോക്കി. എന്നെ കൊല്ലരുത്. സക്കറിയുടെ ശബ്ദം പതറി. ഇല്ല, നിന്നെ കൊന്നിട്ട് ജയിലിൽ പോയാൽ പിന്നെ എനിക്ക് വീട്ടാനുള്ള കണക്കുകൾ ആര് തീർക്കും? സക്കറിയ കൈകൾ പിന്നോട്ട് നീട്ടി. ഇനി കെട്ടിക്കോ. എന്നെ പറ്റിക്കാൻ നോക്കരുത്. ചന്ദ്രൻ ഗ്രേസിക്ക് നിർദ്ദേശം നൽകി. വിറകൊണ്ട വിരലുകൾ കൊണ്ട് ഗ്രേസി ഭർത്താവിന്റെ കൈകൾ ചേർത്തു കെട്ടി. കടാര പിൻവലിച്ച് ചന്ദ്രൻ കട്ടിലിന്റെ തലക്കിലെത്തി ആ കെട്ട് പരിശോധിച്ചു. കുഴപ്പമില്ല. ഇനി പെങ്ങള ആ ബാത്റൂമിൽ കയറി നിന്നോ. സംസാരിക്കാനുള്ളത് ഞങ്ങൾ 2 പേർക്ക് മാത്രമാ. ഗ്രേസി പക്ഷേ അനങ്ങിയില്ല.
സാറ് പറയുന്നോ അതോ ഞാൻ ഇവളെ കൊണ്ട് അനുസരിപ്പിക്കണോ? ചന്ദ്രൻ കിടക്കയുടെ തലക്കിലിരുന്നു. നീ അവിടെ പോയി നില്ലടി, സക്രിയ പറഞ്ഞു. ഗ്രേസി മെല്ലെ ബാത്റൂമിലേക്ക് നടന്നു. പിന്നാലെ ചന്ദ്രനും ചെന്നു. അവൾ ബാത്റൂമിൽ കയറി. ഇവിടെ കിടന്ന് ബഹളം വെച്ചാ എനിക്ക് കലി കൂടും. പിന്നെ കെട്ടിയോനെ ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അവൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ട് ചന്ദ്രൻ ബാത്റൂമിന്റെ വാതിൽ പുറത്തുനിന്ന് അടച്ച് ലോക്കിട്ടു. പിന്നെ തിരികെ വന്ന് സ്റ്റൂൾ വലിച്ചിട്ട് അതിലിരുന്നു സക്രിയയെ നോക്കി. എനിക്ക് സാറിനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. പറയുന്നതിനിടയിൽ അയാൾ കത്തികൊണ്ട് ബെഡ്ഷീറ്റിന്റെ കുറച്ചു ഭാഗം മുറിച്ചെടുത്തു. ആവശ്യമില്ലാതെ ആളെ കൂട്ടാനോ മറ്റോ സാറ് ശ്രമിച്ചാൽ ഇത് ആ അണ്ണാക്ക് കുത്തിക്കയറ്റി വെക്കാനാ. അയാൾ ആ തുണി മാറ്റിവെച്ചു. സക്കറിയുടെ മുഖത്ത് ഭീതി ഒരു വലയം തീർത്തു കഴിഞ്ഞിരുന്നു. നിന്റെ മോളുടെ കാര്യത്തിൽ എനിക്ക് യാതൊരു മനസ്സറിവുമില്ല ചന്ദ്ര. പരാജയപ്പെട്ടവന്റെ ശബ്ദമായിരുന്നു സക്കറിയുടേത്. ക്രൂരമായ ഒരു ചിരി ചന്ദ്രന്റെ മുഖത്ത് മിന്നി. സാറ് ആദ്യം തന്നെ ജാമ്യമെടുക്കാൻ ശ്രമിക്കുകയാണ് അല്ലേ? മനസ്സറിവില്ലെന്നത് ഞാൻ സമ്മതിക്കാം. പക്ഷേ ഓട്ടോ ഡ്രൈവറുടെ വീട്ടിൽ പണം കൊണ്ടു കൊടുത്തതും അയാളെ സാറ് പേടിപ്പിച്ചതും എന്തിനാണെന്ന് എന്നോട് പറ. സക്കറിയ വിളറി. അയാൾ മിണ്ടിയില്ല. ഞാൻ തന്നെ ഉത്തരം പറയാം സാറേ. ലെനിൻ പറഞ്ഞിട്ട് അല്ലേ? അവനെ കേസിൽ നിന്ന് രക്ഷിക്കാൻ. ആ അതെ അതെ ചന്ദ്ര, സക്രിയ സമ്മതിച്ചു. ഒരു സംശയം ചോദിക്കട്ടെ, സാറിന്റെ ജോലി എന്താ? പോലീസ്. അതെനിക്കറിയാം. പോലീസിന്റെ പണി എന്താന്നാ ഞാൻ ചോദിച്ചത്. അത് അത് പിന്നെ സമാധാന പാലനം, ജനത്തിന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം. ആണല്ലോ. അപ്പോ അത്രയും ബോധം സാറിനുണ്ട്. ഉണ്ട്. ചന്ദ്രന്റെ ഭാവം മാറി തുടങ്ങി. എന്നിട്ടാണോടാ നോയിന്റെ മോനെ നീ എന്റെ മോളെ കൊന്നവർക്ക് വേണ്ടി വക്കാലത്തും സംരക്ഷണവുമായിട്ട് വന്നത്? സക്കറിയയ്ക്ക് ഉത്തരം മുട്ടി. ചന്ദ്ര, അത് ഞാൻ. ചന്ദ്രൻ മുന്നോട്ടാഞ്ഞ് കൈവീശി സക്കറിയുടെ കവിളത്തൊന്ന് പൊട്ടിച്ചു. ചന്ദ്ര. അതേടാ, ചന്ദ്രൻ തന്നെ. പറയടാ, എന്റെ മോൾ ജീവനോടില്ലെന്ന് തനിക്ക് അറിയാമായിരുന്നില്ലേ? അറിയായിരുന്നു. അപ്പോ എല്ലാം അറിഞ്ഞുകൊണ്ടാണ് നീ പോക്കൃത്തരങ്ങൾക്കെല്ലാം കൂട്ടുനിന്നത്. ചന്ദ്രൻ പൊറുക്കണം. പൊറുക്കാം. അയാൾ എഴുന്നേറ്റു. എന്റെ മകളെ നീ എനിക്ക് ജീവനോടെ കൊണ്ടുതരണം. പറ്റുമോടാ? മരിച്ചുപോയ ആളെ ഞാൻ എങ്ങനെ കൊണ്ടുവരാൻ പറ്റത്തില്ലെന്ന് നിനക്കറിയാം. കൊലപാതകം പോലെ തെറ്റാണ് അതിന് കൂട്ടുനിൽക്കുന്നതെന്നും നിനക്കറിയാമോടാ? അറിയാം. അപ്പോ നിനക്ക് എല്ലാം അറിയാം. അറിഞ്ഞുകൊണ്ടാണ് നീ ഓരോ തെറ്റും ചെയ്യുന്നത്. പറ്റിപ്പോയി ചന്ദ്ര, സമ്മതിച്ചു. പക്ഷേ ഇനി പറ്റാതിരിക്കാൻ വേണ്ടത് ഞാൻ ചെയ്തില്ലെങ്കിൽ അത് ഈ ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും. എൻ്റെ മോളുടെ ആത്മാവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയുമായിരിക്കും. അതുകൊണ്ട് ചന്ദ്രൻ ചുറ്റും നോക്കി. സക്കറിയ കൂടുതൽ ഭയന്നു. നീ എന്താ ചന്ദ്ര ഉദ്ദേശിക്കുന്നത്? ഞൊടിയിടയിൽ ചന്ദ്രൻ നേരത്തെ അറുത്തുമാറ്റി വെച്ചിരുന്ന തുണി ചുരുട്ടി സക്കറിയുടെ വായിൽ കുത്തി തിരുകി. സക്കറിയ പുളഞ്ഞു. കാലുകൾ കിടക്കയിൽ കുത്തി. എഴുന്നേൽക്കാനും തുണി തുപ്പിക്കളയാനും ശ്രമിച്ചു നോക്കി. ചന്ദ്രന്റെ പല്ലുകൾ ഞെരിഞ്ഞമർന്നു. സക്രിയെ, കാക്കിയില്ലാത്ത പോലീസുകാരന് ഈ നാട്ടിൽ പട്ടിയുടെ വില പോലുമില്ല, അറിയാമല്ലോ. ഇനി നീ അങ്ങനെ ആയിരിക്കണം. അംഗവൈകല്യം സംഭവിച്ചന് പോലീസിൽ സ്ഥാനവുമില്ല. ഇത്രയും കാലം നീ പാവങ്ങളെ ദ്രോഹിച്ചും പണക്കാരന്റെ അടിയൊടുപ്പ് കഴിയും ജീവിച്ചില്ലേ? മതി. നീ പണമായും ഭൂമിയായും എന്തൊക്കെ സമ്പാദിച്ചിട്ടുണ്ടെങ്കിലും അതിനൊന്നും ഇനി നിന്നെ കാക്കി കുപ്പായത്തിന് ഉള്ളിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിയില്ല. അതിന് ഞാൻ സമ്മതിക്കത്തുമില്ല. ചന്ദ്രൻ വല്ലാതെ കിതച്ചു. ഈ രാജ്യത്ത് നിന്നെപ്പോലെ കാക്കിയിട്ട മൃഗങ്ങളെ ശിക്ഷിക്കാൻ ഒരുപാട് പേര് കൊതിക്കുന്നുണ്ട്. അവർക്കൊക്കെ വേണ്ടി ഞാനിത് ചെയ്യുന്നു. പറഞ്ഞതും ചന്ദ്രൻ വെട്ടിത്തിരിഞ്ഞു. കടാര അരയിൽ തിരുകിയിട്ട് മിന്നൽ പോലെ അവിടെ ഇരുന്ന ഡ്രിപ്പ് സ്റ്റാൻഡ് എടുത്തുയർത്തി. വേണ്ട എന്ന ഭാവത്തിൽ സക്കറിയ ശിരസ് ഇടം വലം വെട്ടിച്ചു. ചന്ദ്രൻ അത് ശ്രദ്ധിക്കാതെ ഞാഞ്ഞടിച്ചു. ആദ്യം സക്കറിയുടെ അരക്കെട്ടിൽ, പിന്നെ തുടയിൽ, കാൽമുട്ടുകളിൽ, അതിനു താഴെ. ഓരോ അടിക്കുമൊപ്പം ചിരട്ട പൊടിയുന്നത് പോലെയുള്ള ശബ്ദം കേട്ടുകൊണ്ടിരുന്നു. കലി തെല്ലെന്നടങ്ങിയിട്ട് ചന്ദ്രൻ നോക്കുമ്പോൾ സക്കറിയുടെ അരക്കെട്ട് മുതൽ താഴോട്ടുള്ള തുണിയിൽ ചുവന്ന പൊട്ടുകൾ ഉണ്ടാകുന്നു. ക്രമേണ അത് വലുതായി വരുന്നു. അയാളുടെ കണ്ണുകൾ നനഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. ഉടൽ ഇടയ്ക്കിടെ വെട്ടിവിറച്ചു. ചന്ദ്രൻ ഡ്രിപ്പ് സ്റ്റാൻഡ് തറയിൽ വെച്ചു. പോട്ടെ സാറേ, ഈ രാത്രി തന്നെ എനിക്ക് 2 പേരെ കൂടി കാണാനുണ്ട്, ലെനിനും തിരുമൂർത്തിയും. അയാൾ പിന്തിരിഞ്ഞ് വാതിൽ വലിച്ചു തുറന്ന് ഇടനാഴിയിലേക്ക് ഇറങ്ങി.
സക്കറിയ പണിപ്പെട്ട് കണ്ണുകൾ തുറന്നു. പക്ഷേ കൃഷ്ണമണികൾക്കു മീതെ കണ്ണീർ ഇരച്ചു വന്നു മൂടി. ചന്ദ്രൻ പുറത്തെത്തിയപ്പോഴേക്കും മഴ വീണു തുടങ്ങിയിരുന്നു. ഒപ്പം കാറ്റും. അനുനിമിഷം മഴയ്ക്ക് ശക്തി കൂടി. ചന്ദ്രൻ മഴയിലൂടെ ഓടി. കാറ്റിൽ ശക്തമായ മഴത്തുള്ളികൾ വീശിയൊഴിക്കും പോലെ വീണുകൊണ്ടിരുന്നു. സമയം കടന്നുപോയി. കലി തുള്ളുന്നതുപോലെ മഴ തുടർന്നു. വൈപ്പർ കൊണ്ട് വെള്ളം തെറിപ്പിച്ച് ഒരു സുമോവൻ പാഞ്ഞു വന്നു. അതിന്റെ ഹെഡ്ലൈറ്റുകൾ SI ധർമ്മരാജൻ താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സിലേക്ക് വെട്ടിത്തിരിഞ്ഞു കയറി. മുറ്റത്ത് നിന്നിരുന്ന കൊന്നമരത്തിനരികിൽ അത് നിന്നു. ക്വാർട്ടേഴ്സിന് മുന്നിൽ ഒരു ലൈറ്റ് തെളിഞ്ഞു നിന്നിരുന്നു. സുമോയുടെ ഹെഡ്ലൈറ്റുകൾ അണഞ്ഞു. 4 ഡോറുകളും ഒരേ സമയം തുറക്കപ്പെട്ടു. അതുവഴി 6 പേർ മഴയിലേക്ക് ചാടി. അവരുടെ കാൽക്കീഴിൽ മഴവെള്ളം ചിതറിത്തെറിച്ചു. വരീൻ! ഡോർ വലിച്ചടച്ചുകൊണ്ട് കണ്ടെയ്നർ സാബു മുന്നോട്ട് കുതിച്ചു. പിന്നാലെ ഗുണ്ടകളും. ഉറക്കം ഞെട്ടിയതുപോലെ ധർമ്മരാജന്റെ ഭാര്യ രുക്മണി മിഴി തുറന്ന് ഇരുളിലേക്ക് തുറച്ചു നോക്കി. പിന്നെ വിളിച്ചു, മോളെ സീതേ. രണ്ടാമത്തെ വിളിക്ക് സീത വിളി കേട്ടു. എന്താ അമ്മേ? നീ ഒരു ശബ്ദം കേട്ടോ? വണ്ടി നിൽക്കുന്നത് പോലെ. ഇരുവരും കാതു കൂർപ്പിച്ചു. പക്ഷേ മഴയുടെ ഇരുമ്പൽ മാത്രം. അടുത്ത നിമിഷം വാതിലിൽ തട്ട് കേട്ടു. അതിപ്പോൾ പറഞ്ഞു വീഴും എന്ന് തോന്നി. ഇരുവരും ചാടി എഴുന്നേറ്റു. സീത മുറിയിലെ ലൈറ്റ് തെളിച്ചു. ആരായിരിക്കും അമ്മേ? സീതയ്ക്ക് ഭയം തോന്നി. നീ വാ, നോക്കാം. ഇരുവരും മുന്നിലെ മുറിയിലേക്ക് ചെന്നു. വാതിലിൽ തട്ട് തുടരുകയാണ്. സീത സിറ്റൗട്ടിന്റെ ഭാഗത്തെ ജനാല തുറന്നു. പുറത്ത് മഴ നനഞ്ഞു നിൽക്കുന്നവരെ കണ്ടു. ആരാ? അവൾ തിരക്കി. ധർമ്മരാജൻ സാറിനെ കിട്ടി, ആശുപത്രിയിലുണ്ട്, കണ്ടെയ്നർ സാബു പറഞ്ഞു. ഏ? അത് കേട്ട് രുക്മണി പെട്ടെന്ന് വാതിൽ തുറന്നു. എവിടെയായിരുന്നു അദ്ദേഹം? പറയാം. ഞൊടിയിടയിൽ അവർ 6 പേരും അകത്തേക്ക് ഇരച്ചു കയറി. എന്താ ഇത്? സീത ഒച്ച ഉയർത്തി. പറയാം. കണ്ടെയ്നർ സാബു ക്രൂരമായി ചിരിച്ചു. പിന്നെ തിരിഞ്ഞ് വാതിൽ വലിച്ചടച്ച് ലോക്ക് ചെയ്തു. അപ്പോൾ പ്രപഞ്ചം പിളരുന്നത് പോലെ ഒരു ഇടിവെട്ടി. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണം. ആദ്യം നന്നായൊന്ന് പതറിയെങ്കിലും രുക്മണി വളരെ വേഗം സംയമനം വീണ്ടെടുത്ത് പുറത്തേക്ക് കൈ ചൂണ്ടി. ഇതെന്താ രുക്മണി ചേച്ചി ഇങ്ങനെ? കണ്ടെയ്നർ സാബു ഒരു പ്രത്യേക താളത്തിൽ തിരക്കി. ധർമ്മരാജൻ സാറിന് തിരിച്ചു കിട്ടിയെന്ന സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നവരോടാണോ ഇങ്ങനെ പെരുമാറുന്നത്? ഒരു വീട്ടിലേക്ക് കയറി വരുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. പറയുന്ന വാർത്ത സന്തോഷമാണെങ്കിലും സന്താപമാണെങ്കിലും ആദ്യം നിങ്ങൾ വാതിൽ തുറന്ന് വെളിയിലിറങ്ങുക. ഇവിടെ ഞങ്ങൾ 2 സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. രുക്മണിയുടെ ശബ്ദം തെല്ലും മാഞ്ഞില്ല. അതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ? സാബു സീതയെ അടിമുടി ഒന്ന് നോക്കി. അവൾ വെറുപ്പോടെ മുഖം തിരിച്ചു. 6 പേരുടെയും ശരീരത്തിൽ നിന്ന് ജലത്തുള്ളികൾ മുറിയിലേക്ക് ഇറ്റു വീണു. നിങ്ങൾ ഇറങ്ങുന്നോ ഇല്ലയോ? രുക്മണിക്ക് ക്ഷമ നശിച്ചു. കൊള്ളാം ചേച്ചി, ഒരു സബ് ഇൻസ്പെക്ടറുടെ ഭാര്യയ്ക്ക് വേണ്ട ധൈര്യമൊക്കെ നിങ്ങൾക്കുണ്ട്. കണ്ടെയ്നർ സാബു ചിരിച്ചു. അതുപോട്ടെ, സാറിനെ കുറിച്ച് എന്താ നിങ്ങളൊന്നും ചോദിക്കാത്തത്? നിങ്ങളത് പറയാൻ വന്നതല്ലെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ. ഓ, അപ്പോൾ സത്യം മനസ്സിലായി. ഇനിയിപ്പോ ഞങ്ങൾ അതും ഇതും പറയേണ്ട കാര്യമില്ലല്ലോ. വന്നത് എന്തിനാണെന്ന് പറഞ്ഞേക്കാം. അവൻ തന്റെ അനുചരന്മാരെ ഒന്ന് നോക്കിയിട്ട് തുടർന്നു. ധർമ്മരാജൻ സാറ് ഞങ്ങൾക്ക് വളരെ ആവശ്യമുള്ള ഒരു കാസറ്റ് ഇവിടെ എവിടെയോ വച്ചിട്ടുണ്ട്. അതിങ്ങ് തന്നാ ഞങ്ങൾ പൊക്കോളാം, വന്നതുപോലെ മാന്യമായിട്ട്. അവന്റെ ശബ്ദത്തിലെ ഭീഷണി രുക്മണിയും സീതയും തിരിച്ചറിഞ്ഞു. അങ്ങനെ ഒരു കാസറ്റിനെ കുറിച്ച് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. പക്ഷേ സത്യം അതാണ്. ഇതാ കുഴപ്പം. സാബു മുഖത്തെ വെള്ളം കൈകൊണ്ട് തുടച്ചിട്ട് തല കുടഞ്ഞു. ജലത്തുള്ളികൾ മുത്തുമണി പോലെ ചുറ്റും തെറിച്ചു. കുറച്ച് രുക്മണിയുടെയും സീതയുടെയും ശരീരത്തിലേക്കും വീണു. ഛീ, എന്താണിത്? അവർ തിരിഞ്ഞ് സീതയെ നോക്കി. മോളെ, പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്ക്. സീത അകത്തേക്ക് തിരിഞ്ഞു. പെട്ടെന്നൊരാൾ അകത്തേക്കുള്ള വാതിൽക്കിലേക്ക് നീങ്ങി അവളെ തടയും പോലെ നിന്നു. നിങ്ങളിപ്പോ ഒരിടത്തേക്കും വിളിക്കുന്നില്ല. ഈ മഴയത്ത് നിങ്ങൾ എത്ര അലറി കരഞ്ഞാലും ആരും കേൾക്കുകയുമില്ല. മനസ്സിലായോ? ഛേ, ഇത് വലിയ ശല്യമായല്ലോ. ഇപ്പോഴേ ഇങ്ങനെ തോന്നിയെങ്കിൽ കുറച്ചു കഴിയുമ്പോൾ എന്തായിരിക്കും ചേച്ചി അവസ്ഥ? കണ്ടെയ്നർ സാബു പോക്കറ്റിൽ നിന്നൊരു ചൂയിങ്കം എടുത്ത് വായിലിട്ട് ചവച്ചു. മദ്യത്തിന്റെ രൂക്ഷഗന്ധം മുറിയിൽ തിങ്ങി തുടങ്ങിയിരുന്നു. ഞങ്ങൾ ചോദിച്ചത് ഇങ്ങ് തന്നേക്ക് ചേച്ചി. ആ കാസറ്റ് അതെന്തിയേ? അത് ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ കളി മാറും കേട്ടോ. സാബു പറഞ്ഞു നിർത്തിയതും ജനൽ ഗ്ലാസുകളിൽ ഒരു വാഹനത്തിന്റെ വെളിച്ചം പതിഞ്ഞു. മറ്റൊരു വാഹനം കൂടി മുറ്റത്ത് വന്നു നിന്നു. കണ്ടെയ്നർ സാബു വാതിൽ പകുതി തുറന്നു.
അതുവഴി ഒരു കറുത്ത സുമോയുടെ മുഖം രുക്മണിയും സീതയും കണ്ടു. കണ്ണടയുന്നതുപോലെ സുമോയുടെ ലൈറ്റുകൾ അണഞ്ഞു. ചോദിക്കേണ്ടവർ ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ മണിയായി നിങ്ങൾ ഉത്തരം പറയുമെന്ന് ഞങ്ങൾക്കറിയാം. അവരെത്തിക്കഴിഞ്ഞു ചേച്ചി. സാബു പുറത്തേക്ക് നോക്കി നിന്നു. പുറത്തെ വെളിച്ചത്തിൽ ഒരു കറുത്ത കുടയ്ക്കുമീതെ ഗ്ലാസ് ചില്ലുകൾ പോലെ ജലത്തുള്ളികൾ വീണ് ചിതറുന്നത് രുക്മണിയും സീതയും കണ്ടു. പക്ഷേ കുടയ്ക്കടിയിലെ നിഴലിൽ ആരാണെന്ന് അവർക്ക് മനസ്സിലായില്ല. രണ്ടുപേർ സിറ്റൗട്ടിൽ വന്നു കയറി. ഒരാൾ കുടയുടെ അടിയിൽ നിന്ന് മാറി. ലെനിൻ? രുക്മണിയുടെ ചുണ്ടുകൾ ചടിച്ചു. രണ്ടാമൻ കുട മടക്കി സിറ്റൗട്ടിന്റെ കൈവരിയിൽ ചാരി വെച്ചിട്ട് സ്റ്റീൽ വള വലതു കൈയിൽ മേലേക്ക് നീക്കി അമർത്തി. തിരുമൂർത്തി. അപകടത്തിന്റെ ഒരു ഏകദേശ രൂപം രുക്മണിക്കും സീതയ്ക്കും ബോധ്യമായി. വാതിൽക്കിലെത്തിയ ലെനിൻ ഇടം കൈ ചലിപ്പിച്ച് അത് തുറക്കാൻ ആംഗ്യം കാട്ടി. തിരുമൂർത്തി അവന്റെ തൊട്ടു പിന്നിൽ നിന്നു. കണ്ടെയ്നർ സാബു വാതിൽ മലർക്കെ തുറന്നിട്ടു. ലെനിൻ എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് ചിരിച്ചു. എന്തിനാ സാബു വെറുതെ വാതിലടച്ച് രുക്മണി ചേച്ചിയും മോളെ പേടിപ്പിച്ചത്? അല്ല ലെനിൻ സാറേ, അവന്മാര് തീരെ മനുഷ്യപ്പറ്റില്ലാത്തവരാ ചേച്ചി. തല്ലാൻ പറഞ്ഞ കൊന്നിട്ട് വരുന്നവർ. അവർ എന്തെങ്കിലും അവിവേകം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ മാപ്പു ചോദിക്കുന്നു. സീതയെ ഒന്ന് നോക്കി രുക്മണി. ചോര ഉൾവലിഞ്ഞതുപോലെ വിളറി നിൽക്കുകയാണ് അവൾ. നല്ല വിശപ്പുണ്ട്. അടുക്കളയിൽ വല്ലതും കാണുമോ ചേച്ചി? ലെനിൻ തിരക്കി. ഒന്നുമില്ലെങ്കിൽ ഇച്ചിരി കരിപ്പെട്ടി കാപ്പി തിളപ്പിച്ച് തന്നാ മതി. രുക്മണി മുഖം വെട്ടിച്ചു. അസമയത്ത് കയറി വന്ന് ലെനിൻ ഇങ്ങനെ ഒരു നാടകം കളിക്കണ്ട. ആ കാസറ്റ് എവിടെയെന്ന് ഞങ്ങൾക്ക് അറിയില്ല. രുക്മണി തീർത്തു പറഞ്ഞു. സ്ത്രീകളായ ഇങ്ങനെ വേണം. അവൻ ഒരു സിഗരറ്റ് കത്തിച്ചു. അതിഥികളുടെ മനം അറിഞ്ഞ് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും വേണം. സിഗരറ്റിന്റെ പുകയ്ക്കൊപ്പം അവന്റെ വായിൽ നിന്ന് നീരാവിയും പുറത്തു ചാടി. ഏതായാലും ഈ മഴയത്ത് ഞങ്ങൾ ബുദ്ധിമുട്ടി ഇവിടം വരെ വന്നില്ലേ? ചോദിച്ചിട്ട് അവൻ വിളിച്ചു. മൂർത്തി. തിരുമൂർത്തി മുന്നോട്ട് നീങ്ങി നിന്നു. രുക്മണി ചേച്ചി പറഞ്ഞത് സത്യം തന്നെയായിരിക്കും. എന്നാലും ധർമ്മജൻ സാറ് ആ കാസറ്റ് ഇവിടെ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിലോ? അതൊന്ന് നോക്കിക്കേ. ഉണ്ടെങ്കിൽ അതെടുത്തോണ്ട് വാ. ശരി മുതലാളി. മൂർത്തി രുക്മണിയെയും സീതയും അവഗണിച്ച് അകത്തേക്ക് കയറാനാഞ്ഞു. പക്ഷേ രുക്മണി തടഞ്ഞു. ഗുണ്ടായിസം കാണിക്കുക ഇവിടെ നടക്കത്തില്ല. അതെന്താ ചേച്ചി? ലെന്നും പെട്ടെന്ന് എണീറ്റു. ഒന്നുമില്ലെങ്കിൽ ഞങ്ങൾ വന്നതുപോലെ മടങ്ങിപ്പോകുമല്ലോ. രുക്മണിയുടെ കണ്ണുകൾ ഇടുങ്ങി. നടക്കില്ലെന്ന് പറഞ്ഞാൽ നടക്കില്ല. അതിനർത്ഥം ഞങ്ങൾക്ക് കിട്ടാൻ പാടില്ലാത്തത് അകത്തുണ്ടെന്നല്ലേ? ഈ മഴയത്തും തണുപ്പത്തും ഇത്തിരി ചൂട് വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു പോകുമേ. അപ്പോൾ പിന്നെ എസ് ഐയുടെ അല്ല IG-യുടെ ഭാര്യയോ മകളോ ആണോ എന്ന് പോലും നോക്കത്തില്ല ഞങ്ങൾ. ലെനിന്റെ ശബ്ദം മുറുകി. പുറത്തു നിൽക്കുന്നവർ കൂടി അകത്തേക്ക് വന്ന കളിയും കളിക്കളവും മാത്രമല്ല, കഥയും മാറും. പറഞ്ഞിട്ട് ലെനിൻ നീട്ടി വിളിച്ചു. മൂർത്തി. രുക്മണിയെ തള്ളി മാറ്റി അകത്തെ മുറിയിലേക്ക് നീങ്ങാൻ ഭാവിക്കുകയായിരുന്നു തിരുമൂർത്തി. പെട്ടെന്ന് സിറ്റൗട്ടിൽ നിന്നൊരു നിലവിളി. ഏവരും ഞെട്ടിത്തിരിഞ്ഞു. കണ്ടെയ്നർ സാബുവിന്റെ അനുചരരിൽ ഒരാൾ അലർച്ചയോടെ നിലം പൊത്തി. അവർ കണ്ടു, നനഞ്ഞൊലിക്കുന്ന ഒരമ്പ് അവന്റെ പുറത്ത് കാത്തു നിൽക്കുന്നു. അടുത്ത നിമിഷം വണ്ടുകളുടെ മൂളൽ പോലെ അമ്പുകൾ ചീറിയെത്തി. പലരുടെയും ശരീരങ്ങളിൽ അവ പുളഞ്ഞിറങ്ങി. കാറ്റിന്റെയും മഴയുടെയും ഒച്ചയേക്കാൾ വലിയ നിലവിളികൾ. ഓടിക്കോ! കണ്ടെയ്നർ സാബു സുമോയ്ക്ക് നേരെ പാഞ്ഞു. അമ്പേറ്റ് വീണവരും എഴുന്നേറ്റോടി. പതറിപ്പോയി ലെനിൻ. രുക്മണിയെയോ സീതയെയോ പരിചയാക്കി കാര്യം സാധിക്കാമെന്ന് വിചാരിച്ചാലും നടക്കില്ലെന്ന് അവൻ അറിഞ്ഞു. ലെനിൻ മുതലാളി! മൂർത്തി അവനെ നോക്കി. പോകാം, പക്ഷേ നമ്മൾ മടങ്ങി വരും. ലെനിന്റെ കടപ്പലുകൾ ഞെരിഞ്ഞു. പൊടുന്നനെ മൂർത്തി മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തു. പിന്നെ ലെനിന്റെ കൈക്ക് പിടിച്ച് പുറത്തേക്ക് ഓടി. സുമകൾ രണ്ടും മുറ്റത്ത് വെട്ടിത്തിരിഞ്ഞ് കുതിച്ചു പാഞ്ഞു. ഒന്നും മനസ്സിലാകാതെ രുക്മിണിയും സീതയും ഇരുളിൽ പകച്ചു നിന്നു. ഒരു കൊള്ളിയാൻ മിന്നി. അപ്പോൾ അവർ കണ്ടു, ഇരുൾക്കട്ട പോലെ തോന്നിക്കുന്ന ഒരാൾ വാതിൽ പുറത്തുനിന്ന് അടയ്ക്കുന്നു. രുക്മിണിയും സീതയും പരസ്പരം കൈകൾ പിടിച്ചു മുറുക്കി. പുറത്ത് മഴയുടെയും കാറ്റിന്റെയും ഇരമ്പൽ മാത്രം. മഴയിലൂടെ സുമോകൾ ഓടിക്കൊണ്ടിരുന്നു. എങ്ങോട്ട് പോകണം? ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ മൂർത്തി ലെനിന്റെ നേരെ മുഖം തിരിച്ചു. മഴ നനഞ്ഞതാണോ വിയർത്തതാണോ എന്ന് തിരിച്ചറിയാനാവാത്ത വിധത്തിൽ ലെനിന്റെ മുഖത്ത് നനവ് കണ്ടു. ഫാം ഹൗസിലേക്ക് പോകാം. ആർക്കൊക്കെ അമ്പുകൊണ്ടെന്ന് അറിയില്ലല്ലോ. സുമോകൾ കാന്തല്ലൂർ റോഡിലേക്ക് തിരിഞ്ഞു. ഹയർ സെക്കൻഡറി സ്കൂളിനരികിലെ കൊടും വളവ് ചുറ്റിയിറങ്ങുമ്പോൾ കരിമ്പിൻ തലപ്പുകൾക്ക് മീതെ കൂടി പ്രകാശം വീശിപ്പോയി. റോഡിലൂടെ കുത്തിയൊലുക്കിയാണ് കലക്കവെള്ളം. പെട്ടെന്ന് മൂർത്തിയുടെ സെൽഫോൺ ശബ്ദിച്ചു.
സുമോയുടെ വേഗത കുറയ്ക്കാതെ തന്നെ അയാൾ അത് അറ്റൻഡ് ചെയ്തു. പറഞ്ഞോടാ. ഏ? മൂർത്തി ഞെട്ടുന്നത് ലെനിൻ കണ്ടു. എന്നിട്ട് ഇത്ര നേരം എന്താണ് നായിന്റെ മോനെ വിളിച്ചു പറയാഞ്ഞത്? മൂർത്തി പല്ലിറുമ്മി. അപ്പുറത്ത് നിന്ന് അല്പനേരം കൂടി സംസാരം നീണ്ടു. ശരി ശരി, ഇനിയും ശ്രദ്ധിച്ചോണം പറഞ്ഞിട്ട് അയാൾ ഫോൺ പോക്കറ്റിലിട്ടു. ലെനിൻ മുതലാളി, ആരെ വിളിച്ചത്? മീനാക്ഷിയമ്മയുടെയും ദുർഗയുടെയും നീക്കങ്ങൾ വാച്ച് ചെയ്യാൻ നമ്മൾ ഒരാളെ ഏർപ്പാടാക്കിയിരുന്നില്ലേ, അയാള്. എന്താ വിശേഷം? ലെനിൻ റോഡിലേക്ക് തന്നെ നോക്കിയിരുന്നു. ആ ചന്ദ്രേട്ടൻ ഓട്ടോ ഡ്രൈവറെ പിടിച്ചു കെട്ടി അവരുടെ മുന്നിൽ കൊണ്ടുചെന്നു. എന്നിട്ട്? ഇത്തവണ ലെനിൻ മുഖം തിരിച്ചു. സുനന്ദ അവിടെ ചെന്നിരുന്നെന്ന് അവർ ചന്ദ്രേട്ടനോട് പറഞ്ഞു. കഴിവേറുകൾ. ലെനിൻ സുമോയുടെ സീറ്റിൽ അള്ളിപ്പിടിച്ചു. ഇനി ഏത് നിമിഷവും ചന്ദ്രൻ വരും നമ്മളെ തേടി, സൂക്ഷിക്കണം. പെട്ടെന്ന് ലെനിന്റെ ഫോണ് ശബ്ദിച്ചു. അവന് അപ്പോൾ തന്നെ നമ്മളെ വിളിച്ചു പറയാൻ ഫോണ് ചാർജില്ലായിരുന്നു പോലും. തിരുമൂർത്തി പറയുന്നത് കേട്ടുകൊണ്ട് ലെനിൻ തൻ്റെ ഫോൺ അറ്റൻഡ് ചെയ്തു. ഫോണിൽ ഇങ്ങോട്ട് പറയുന്നത് മാത്രം ലെനിൻ കേട്ടുകൊണ്ടിരുന്നു. ആ. അവസാനം ഒന്ന് മൂളി. കാൾ കട്ട് ചെയ്തു. ഞാൻ പറഞ്ഞതുപോലെ സംഭവിച്ചു. ചന്ദ്രൻ തുടങ്ങിക്കഴിഞ്ഞു. ഹോസ്പിറ്റലിൽ ചെന്ന് അയാൾ സക്കറിയാസിനെ അടിച്ചൊരു പരുവമാക്കി. ലെനിൻ പറഞ്ഞത് കേട്ട് മൂർത്തി കിടുങ്ങി. കോവിൽക്കടവ് പാലം കഴിഞ്ഞ് കരിമ്പിൻതോട്ടത്തിന് നടുവിലൂടെ സുമോകൾ രണ്ടും ഫാം ഹൗസിലേക്ക് തിരിഞ്ഞു. മഴ ശമിച്ചു തുടങ്ങി. ഫാം ഹൗസിന്റെ മുറ്റത്ത് സുമോകൾ രണ്ടും നിന്നു. എല്ലാവരും ഇറങ്ങി. തിരുമൂർത്തി ടോർച്ച് മിന്നിച്ചുകൊണ്ട് വാതിൽ തുറന്ന് അകത്ത് കയറി റാന്തൽ വിളക്ക് തെളിച്ചു. ലെനിന്റെ പിന്നാലെ കണ്ടെയ്നർ സാബുവും അനുചരരും അകത്തെത്തി. 4 പേരുടെ വസ്ത്രങ്ങൾ ചോരയിൽ കുതിർന്നിരുന്നു. യാത്രക്കിടെ അവർ അമ്പുകൾ വലിച്ചൂരി കളഞ്ഞിരുന്നു. തൽക്കാലം മുറിവുകൾ റമ്മൊഴിച്ചൊന്ന് വൃത്തിയാക്ക്, പിന്നെ ഏതെങ്കിലും നഴ്സിംഗ് ഹോമിൽ പോകാം. തടിക്കസേരയിൽ ഇരുന്നു കൊണ്ട് ലെനിൻ ഒരു സിഗരറ്റ് കത്തിച്ചു. അവനാകെ വിളറിയും തളർന്നും കാണപ്പെട്ടു. തിരുമൂർത്തി ഒരു കുപ്പി മദ്യമെടുത്ത് കണ്ടെയ്നർ സാബുവിന് നീട്ടി. അവനത് വാങ്ങി. അമ്പേറ്റ ഭാഗങ്ങളിലെ തുണി വലിച്ചു കീറിക്കൊണ്ട് നിൽക്കുകയാണ് മറ്റുള്ളവർ. മുറിവിന് ചുറ്റും നീര് വന്ന് വീർത്തിരിക്കുന്നു. നടുവിൽ കട്ട ചോര. കണ്ടെയ്നർ സാബു ആ മുറിവുകളിലേക്ക് കുപ്പി ചരിച്ചു. ആ! മുളകുപൊടി വീണതുപോലെ അവരുടെ ശരീരം നീറിപ്പുകഞ്ഞു. കട്ട ചോരയും മദ്യവും ചേർന്ന് താഴേക്കൊഴുകി. നടുക്ക് ഒരു വിരൽ കടത്താവുന്ന മുറിവുകൾ. 2 പേർക്ക് പുറത്തും ഒരാളുടെ തുടയിലും അടുത്തയാളിന്റെ പിൻകഴുത്തിലുമായിരുന്നു മുറിവുകൾ. ആ നായിന്റെ മക്കൾ ധർമ്മരാജന്റെ ക്വാർട്ടേഴ്സിന് കാവല. ലെനിന്റെ അമർത്തിയ പല്ലുകൾക്കിടയിലൂടെ സിഗരറ്റ് പുകയും വാക്കുകളും പുറത്തു ചാടി. അവരിൽ ഒരുത്തനെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ നമുക്കറിയാമായിരുന്നു ധർമ്മരാജൻ എവിടെയുണ്ടെന്ന്. ഇനി മുതൽ ഞങ്ങളും അവിടെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും ലെനി സാറേ. ഒരുത്തനെയല്ല, മൊത്തം പേരെയും ഞങ്ങൾ പിടിക്കും. പിന്നെ അവൻ്റെയൊക്കെ അണ്ണാക്കിലും അടിവസ്ത്രത്തിനിടയിലും വരെ കൂർത്ത അമ്പുകൾ കുത്തിക്കേറ്റു. രോഷത്തോടെ കണ്ടെയ്നർ സാബു കുപ്പി വായിലേക്ക് ചരിച്ചു. അവന്റെ നനഞ്ഞ കഴുത്ത് പരൽമീന്റെ ചുണ്ടുപോലെ ചലിക്കുന്നത് ലെനിൻ കണ്ടു. ഇങ്ങനെയൊരു തോൽവി എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഓർക്കുമ്പോൾ തന്നെ സങ്കടവും പകയും ഒന്നിച്ചുണ്ടാവുകയാണ് ലെനിന്. ജീവൻ പോയാലും ഈ പരാജയം വിജയമാക്കി ഞങ്ങൾ ലെനിൻ സാറിന് തരും. പ്രതിജ്ഞ പോലെയായിരുന്നു കണ്ടെയ്നർ സാബുവിൻ്റെ ശബ്ദം. ലെനിന്റെ മുഖം അല്പം ഒന്നയഞ്ഞു. എങ്കിൽ നിങ്ങൾ വിട്ടോ സാബു, ഇവരെ നഴ്സിംഗ് ഹോമിൽ കാണിക്കണം. മറയൂർ വേണ്ട, മൂന്നാറിലെ നമ്മുടെ ഇച്ചയുടെ അടുത്ത് കൊണ്ടുപോയാൽ മതി. സാബു തലകുലുക്കി സമ്മതിച്ചു. മൂർത്തി, ലെനിൻ വിളിച്ചു. അതിന്റെ അർത്ഥം മനസ്സിലാക്കി പുറത്തേക്കിറങ്ങിയ തിരുമൂർത്തി സുമോയുടെ ഡാഷിൽ നിന്ന് 100ന്റെ ഒരു കെട്ട് നോട്ട് എടുത്തുകൊണ്ടുവന്ന് സാബുവിന് നൽകി. വെളുത്ത സുമോ കുന്നിറങ്ങിപ്പോയി. എനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നുന്നു മൂർത്തി, ഇച്ചിരി മരുന്ന് കൊണ്ടുവാ. അത് വേണോ? മൂർത്തി മടിച്ചു. വേണം. മൂർത്തി മേശയ്ക്കുള്ളിൽ നിന്ന് പുതിയ സിറിഞ്ചും ചെറിയ സ്ഫടിക കുപ്പിയും എടുത്തു. അതിന്റെ റബ്ബർ അടപ്പിലൂടെ സിറിഞ്ചിന്റെ സൂചി കുത്തിയിറക്കി നിറമില്ലാത്ത ഒരു ദ്രാവകം വലിച്ചെടുത്തു. അതുമായി ലെനിന്റെ മുന്നിലെത്തി. ലെനിൻ ഇടംകൈ ചുരുട്ടി മലർത്തി മുന്നോട്ട് നീട്ടിപ്പിടിച്ചു. വലതുകൈ കൊണ്ട് കൈമുട്ടിന് മുകൾ ഭാഗത്ത് അമർത്തി മുറുക്കി. കൈമടക്കിലെ ഞരമ്പ് തെളിഞ്ഞു വന്നു. തിരുമൂർത്തി നീഡിൽ ഞരമ്പിലേക്ക് കടത്തി. നിറമില്ലാത്ത ദ്രാവകം രക്തത്തിലേക്ക് കടന്നുകൊണ്ടിരുന്നു. അതിനനുസരിച്ച് ലെനിന്റെ മുഖം വലിഞ്ഞു മുറുകിക്കൊണ്ടുമിരുന്നു. ഹോ! മൂർത്തി സിറിഞ്ച് ഊരിയെടുത്തപ്പോൾ ഒരു ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ലെനിൻ കൈ മടക്കി പിടിച്ചു. മൂർത്തി, എനിക്ക് വേണം അവനെ. എൻ്റെ പിന്നാലെ കാലൻ്റെ രൂപം കൊണ്ട് നടക്കുന്ന ചന്ദ്രനെ. അവൻ എവിടെയാണെങ്കിലും ഇപ്പോൾ ഈ രാത്രി എനിക്ക് വേണം.
ക്രൂരമായ ഒരാവേശത്തോടെ കസേര പിന്നോട്ട് തള്ളി ലെനിൻ ചാടി എഴുന്നേറ്റു. ഇരുവരും പുറത്തിറങ്ങി വാതിൽ പൂട്ടി. സുമോ ഭ്രാന്തമായ വേഗത്തിൽ കുന്നിറങ്ങിക്കൊണ്ടിരുന്നു. നേരെ ചന്ദ്രന്റെ വീട്ടിലേക്ക് വിട്, ലെനിൻ പറഞ്ഞു. തിരുമൂർത്തി ആക്സിലേറ്റർ ഞെരിച്ചു. താഴ്വരയിലൂടെ സുമോ ഓടി. കാന്തല്ലൂർ ഫോറസ്റ്റ് സ്റ്റേഷനു മുന്നിൽ നിന്ന് സുമോ ഇടത്തേക്ക് തിരിഞ്ഞു. ചൂരക്കുളത്തായിരുന്നു ചന്ദ്രന്റെ വീട്. റോഡിന്റെ വലതു ഭാഗത്ത് ക്യാബേജ് തോട്ടം. അവിടം പിന്നിട്ട് സുമോ വലത്തേക്ക് കയറി. മെറ്റൽ പാകിയ റോഡ്. 1 കിലോമീറ്ററോളം ചെന്നതും സുമോ നിന്നു. മൺതിട്ടയ്ക്ക് മുകളിൽ ഒരു കൊച്ചു വീട് കണ്ടു. ഇരുവരും ഇറങ്ങി. വീടിന്റെ തിണ്ണയിൽ നിന്ന് ഒരു പട്ടി കുരച്ചുകൊണ്ട് ചാടി വീണു. തിരുമൂർത്തി റോഡിൽ കുനിഞ്ഞ് ഒരു മെറ്റലെടുത്ത് പട്ടിയെ എറിഞ്ഞു. അത് വല്ലാത്തൊരു ശബ്ദത്തിൽ മൂങ്ങിക്കൊണ്ട് വീടിന് പിന്നിലേക്ക് ഓടിപ്പോയി. അവർ മുറ്റത്തേക്ക് കയറി. ചന്ദ്രേട്ടാ, കഴിവതും ശബ്ദം മയപ്പെടുത്തി തിരുമൂർത്തി വിളിച്ചു. പ്രതികരണമില്ല. സെൽഫോൺ വിണ്ണിച്ച് മൂർത്തി തിണ്ണയിൽ കയറി. വാതിലിൽ തട്ടി വിളിച്ചു. ചന്ദ്രേട്ടാ, വാതിലൊന്ന് തുറന്നേ. ഇത്തവണ അകത്ത് പാദപതന ശബ്ദവും പെറുപുറുക്കലും കേട്ടു. മുറിക്കുള്ളിലും തിണ്ണയിലും ലൈറ്റുകൾ തെളിഞ്ഞു. ആരാ? ഒരു സ്ത്രീ ശബ്ദം. ചന്ദ്രേട്ടന്റെ കൂട്ടുകാരാ. അടുത്ത നിമിഷം വാതിൽ തുറക്കപ്പെട്ടു. ഒരു സ്ത്രീയും 10-12 വയസ്സ് തോന്നിക്കുന്ന പയ്യനും. ചന്ദ്രേട്ടൻ എന്തിയാ ചേച്ചി? മൂർത്തി തിരക്കി. സന്ധ്യയ്ക്ക് പോയതാ, ഇതുവരെ വന്നില്ല. അവർ മൂർത്തിയെ നോക്കി. ആ സ്ത്രീ പറയുന്നത് സത്യമാണെന്ന് മൂർത്തിക്ക് തോന്നി. റോഡിൽ ട്രാക്ടറുമില്ലല്ലോ. ലെനിൻ വെളിച്ചത്തിലേക്ക് വരാതെ മാറി നിന്നു. ചന്ദ്രേട്ടൻ എവിടെ പോകുകയാണെന്നോ മറ്റോ പറഞ്ഞോ? നാളെ ഒരു ലോഡ് കരിമ്പ് കൊണ്ടുവരുന്ന കാര്യം പറയാനായിരുന്നു. മൂർത്തിയിൽ ആ സ്ത്രീക്ക് സംശയമൊന്നും തോന്നിയില്ല. വരാൻ വൈകുമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. വരുമ്പോ ആര് വന്നെന്ന് പറയണം? ഒന്നും പറയണ്ട, വഴിക്ക് വെച്ച് ഞങ്ങൾ ചന്ദ്രേട്ടനെ കണ്ടോളാം. മൂർത്തി തിരിച്ചിറങ്ങി. മടക്കയാത്രയിൽ അവർ ചന്ദ്രനെ പല സ്ഥലത്തും തേടി. കണ്ടുകിട്ടിയില്ല. അവസാനം ലെനിനെ വീട്ടിലെത്തിച്ചിട്ട് മൂർത്തി മടങ്ങി. നേരം 2 മണി കഴിഞ്ഞു. തിരുമൂർത്തി തന്റെ വീട്ടുമുറ്റത്തേക്ക് കയറി സുമ പാർക്ക് ചെയ്തു. പിന്നെ ഇറങ്ങി ഡോർ പൂട്ടി. മേൽക്കൂര വാർത്ത വീടായിരുന്നു മൂർത്തിയുടേത്. എടി നായിന്റെ മോളെ, വാതിൽ തുറക്ക്. അയാൾ വാതിൽ തട്ടി. 1/2 മിനിറ്റിനുള്ളിൽ വാതിൽ തുറക്കപ്പെട്ടു. മുടിയാ, നിനക്ക് ഈ ലൈറ്റൊന്നിട്ടൂടെ? ചോദിച്ചുകൊണ്ട് അകത്തേക്ക് കയറി തിരുമൂർത്തി ഭിത്തിയിൽ തപ്പി തടഞ്ഞ് സ്വിച്ചിടാനാഞ്ഞു. അടുത്ത നിമിഷം മറ്റാരോ ലൈറ്റ് തെളിച്ചു. മുന്നിലെ കാഴ്ച കണ്ട് ഞരമ്പിലൂടെ സൂചികൾ പാഞ്ഞു പോയ ഭാവത്തിൽ തിരുമൂർത്തി കുടുങ്ങി നിന്നു. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങളുമായി വേഗം വരുന്നതായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. നന്ദി.